പിന്നെ ദേവപ്രശ്നം വെച്ചു, ഗണിതക്കാരെ കൊണ്ടു. എന്നിട്ട് അവർ പറഞ്ഞത് ഇങ്ങനെ ശ്രീപത്മനാഭസ്വാമിയുടെ എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കുടുംബം തന്നെ നശിച്ചു പോകും എന്നാണ് ദേവപ്രശ്നക്കാർ പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഒരു സർപ്പത്തിന്റെ ബിംബം കുത്തിവെച്ചിരുന്ന മറ്റൊരു കല്ലറയുണ്ടല്ലോ, ഇപ്പടുത്തത് ആദ്യം ഒരു കല്ലറ മാർത്താണ്ഡവർമ്മ തുറന്നു. എന്നിട്ട് അതിലെ വിവരങ്ങളെല്ലാം എടുത്തു, വിവരങ്ങളെല്ലാം ഫോട്ടോ എടുത്തു. അതിനെ തുറന്ന് ഒരു ശാപവും ഉണ്ടായില്ല, ഒരാളും മരിച്ചുമില്ല, അവിടെ ഒരു ദൈവപ്രശ്നവും വന്നില്ല. അപ്പൊ മാർത്താണ്ഡവർമ്മ വിചാരിച്ചാൽ ഏത് കല്ലറയും തുറക്കാം, ഒരു ശാപവും വരികയില്ല. ഉന്നതമായ നീതിപീഠമായ സുപ്രീം കോടതി 2 കോടതികളുടെ വിധിക്ക് ശേഷം അപ്പീൽ കേട്ട് ഉണ്ടായ വിധിയിൽ അത് ഇതിന് ഇനിയെങ്ങും ലോകത്ത് ഇന്ത്യ രാജ്യത്ത് വേറെ കോടതി പോകാൻ നിർവാഹമില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് ദേവപ്രശ്നവും മറ്റും കൊണ്ടുവന്ന് ഈ തരത്തിലുള്ള സൂത്രങ്ങൾ. അവിടെ മാർത്താണ്ഡവർമ്മ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും പോകുമെന്നാണ്. എന്നിട്ട് പായസമൊക്കെ വെക്കും, എന്നിട്ട് പായസവും വെച്ചിട്ട് കൊണ്ടുപോരുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം തൂക്കി വീട്ടിലേക്ക് കൊണ്ടുവരുന്നെന്നാണ് പായസത്തിന്റെ. പക്ഷേ കൊണ്ടുവരുന്നത് അറകളിലെ സ്വർണമാണെന്നാണ് ആക്ഷേപം. അതിങ്ങനെ കട്ട് നടക്കുന്നത് കണ്ട് ചെവിപ്പ കെട്ടിട്ട് ഒരു ശാന്തിക്കാരൻ അതിനെ തടഞ്ഞപ്പോൾ അദ്ദേഹത്തെ തീവെള്ളം ഒഴിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും കഷ്ടിച്ചയാൾ രക്ഷപ്പെട്ടു. അയാളിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അയാളൊന്നും എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനെതിരായി കേസ് നടത്തുന്ന 2 പേരിൽ ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, അനന്ത പത്മനാഭൻ എന്ന അഡ്വക്കേറ്റ്സ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ എല്ലാം കാര്യങ്ങള് പത്രക്കാരായ നിങ്ങൾ ഈ മാർത്താണ്ഡവർമ്മയുടെ റോളിന്റെ ഈ ഡബിൾ റോൾ നല്ല പോലെ പൊതുജനങ്ങളെ അറിയിക്കണം. ശരി.